നേരത്തെ എഴുന്നേറ്റ് പഠിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ എല്ലാം എത്ര വേഗം തലയിൽ കയറും. ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ഇപ്പൊ കേൾക്കുന്നതോ രാവിലെ കുറച്ചും കൂടെ നേരത്തെ എണീറ്റ എന്ത് വേഗം പണികളൊക്കെ തീർക്കാം എന്നുള്ള കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ക്രോണോടൈപ്പ് അതൊന്നുമല്ല. ഞാനൊരു ലയണല്ല. എന്തായി പറയുന്നതല്ലേ, ലയണല്ല എന്ന്. ലയണല്ല, മനുഷ്യ സ്ത്രീയാണ്, എല്ലാവർക്കും കാണാലോ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ക്രോണോടൈപ്പിനെ കുറിച്ചാണ്. ക്രോണോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിള് തീരുമാനിക്കുന്നത് നമ്മുടെ ക്രോണോടൈപ്പാണ്. നമ്മൾ ഏത് ക്രോണോടൈപ്പിലാണ് പെടുന്നത് എന്നനുസരിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും അധികം പ്രൊഡക്റ്റീവായിരിക്കാൻ പറ്റുന്ന സമയം തീരുമാനിക്കാൻ പറ്റുന്നത്. അതായത് ലയണുകളുണ്ട്. ലയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണ് ലയണുകൾ. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, നൈറ്റ് ഔൾസ്, വൂൾഫ് എന്ന് പറയുന്ന എന്നെ പോലുള്ള ആളുകൾ. അതായത് രാത്രി എത്ര വൈകി വേണമെങ്കിലും ഇരിക്കാൻ പറ്റും, ഈവനിങ്ങിലാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുക. രാവിലെ പക്ഷെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ അച്ഛൻ വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ജനിച്ചതേ രാവിലെ പുലർച്ചെ 4 മണിക്കാണേ. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അന്നൊഴിച്ച് എൻ്റെ മോള് പിന്നെ 4 മണി എന്ന് പറയുന്ന സമയം കണ്ടിട്ടില്ല, പുലർച്ചെ 4 മണി കണ്ടിട്ടില്ല എന്ന് പറയും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പുലർച്ചെ 4 മണിക്കൊന്നും എഴുന്നേറ്റിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. എനിക്കങ്ങനെ നേരത്തെ എഴുന്നേൽക്കാനേ പറ്റാറില്ല. ഞാൻ പ്രൊഡക്റ്റീവ് അല്ല ആ സമയത്ത് എന്ന് എനിക്കും അറിയാം. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാറുമില്ല. എൻ്റെ സിർക്കാഡിയം റിതം അങ്ങനെയാണ്, എൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് അങ്ങനെയാണ്. ഇനി മറ്റൊരു ടൈപ്പ് ആളുകളുണ്ട്. ഏതാണെന്ന് അറിയാമോ? ബെയർസ്. ബെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ പോകുന്നതനുസരിച്ച്, സൂര്യൻ വരുന്നതനുസരിച്ച് എണീക്കുന്നു, സൂര്യൻ പോകുന്നതനുസരിച്ച് കിടന്നുറങ്ങുന്നു. ബെയറുകളാണ് മിക്ക ആളുകളും കേട്ടോ. സാധാരണ സൂര്യൻ വരുന്നതനുസരിച്ച് ഉണരുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ കുറച്ചൊന്ന് ഇരുട്ടുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യുന്ന സാധാരണ ആളുകൾ. ഇനി മറ്റൊരു ടൈപ്പ് ആളുകളുണ്ട്, പാവങ്ങൾ. സ്ലീപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾ. ഡോൾഫിൻസ് എന്നാണ് അവരെ പറയുക. അവർക്ക് വളരെ ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പായിരിക്കും. അവർ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് സ്ലീപ്പിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കാരണം, ഈ ഇറഗുലാരിറ്റീസ് കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രോണോടൈപ്സ്. ഇനിയെങ്കിലും ആളുകളെ വിഷമിപ്പിക്കാതിരിക്കൂ നേരത്തെ എഴുന്നേൽക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ്. താങ്ക് യു.